ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലൈവിൽ വന്നപ്പോൾ സോയാബീൻ റെസിപ്പി എന്നോട് ചോദിച്ച കുറച്ച് പേർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് സോയാബീൻ്റെ റെസിപ്പിയായിട്ട് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഒരുവിധം അറിയാവുന്നത് തന്നെ ആയിരിക്കും, എങ്കിലും അറിയാത്ത കുറച്ച് പേരുണ്ടെന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത്. എന്നാൽ പിന്നെ ഞാൻ വെക്കുന്ന രീതി അവർക്കും കൂടി കാണിച്ചു കൊടുക്കാമെന്ന് കരുതി. ആദ്യം കുറച്ച് വെള്ളം അടുപ്പിൽ വെച്ചതിന് ശേഷം അതൊന്ന് ചെറുതായി ചൂടായതിന് ശേഷം സോയാബീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക. നല്ലതുപോലെ വേവണം. നല്ലപോലെ വെന്തതിന് ശേഷം അത് ഒരു 3-4 വെള്ളത്തിലെങ്കിലും കഴുകി പിഴിഞ്ഞെടുക്കണം. നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അതിനുശേഷം അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതേപോലെ കുറച്ച് ചിക്കൻ മസാലയോ ഗരം മസാലയോ അത് എന്തുവാന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കുക. കുറച്ച് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം കുറച്ച് പാത്രത്തിൽ ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം, തോനെയൊന്നും വേണ്ട, അത്യാവശ്യം അത് ഒന്ന് ഫ്രൈ ആവാനുള്ള എണ്ണ മാത്രം മതി. അതിനുശേഷം നന്നായിട്ട് ആ സോയാബീനും കൂടി മിക്സി തട്ടിയിട്ട് എല്ലാം ഒന്ന് നിരത്തിയിട്ട് കൊടുക്കുക. അതെല്ലാം ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വരണമല്ലോ. അതിനുശേഷം നമ്മൾ ഒന്ന് വറുത്തെടുക്കുക. ഒരുപാടൊന്നും മൊരിച്ചെടുക്കണ്ട, എങ്കിലും പരുവത്തിന് ആ സോയാബീൻ്റെ ആ ഒരു ടേസ്റ്റ് മാറിക്കിട്ടാൻ വേണ്ടി മാത്രം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അധികം കരിക്കണ്ട, കരിച്ചു കഴിഞ്ഞാലും അത് ഭയങ്കര കട്ടിയാകും. ഒരു കുറച്ചൊരു രീതിയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ആ സോയാബീൻ്റെ ടേസ്റ്റ് മൊത്തവും പോയി കിട്ടും. അതിനുശേഷം ഞാൻ ആ സോയാബീൻ ആ വറുത്ത സോയാബീൻ ഒന്ന് ചെറുതായിട്ടൊന്ന് കണ്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് വീഡിയോയിൽ വരാൻ പറ്റിയില്ല. അത് നമുക്കത് പിഴിയുന്ന സമയത്ത്, പിഴിഞ്ഞ് വെക്കുന്ന സമയത്ത് മസാല ചേർക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ അത് അരിഞ്ഞ് കണ്ടിച്ച് വെക്കാമെങ്കിൽ ചെറിയ സൈസായിട്ട് സോയാബീൻ കിടക്കുന്നതായിരിക്കും കറിക്ക് ടേസ്റ്റും നമുക്ക് കഴിക്കാനും രുചി. അതിനുശേഷം ഞാൻ കുറച്ച് സവാള, പിന്നെ തേങ്ങാക്കൊത്ത്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇതിത്രയും കൂടി ഒരുമിച്ച് തന്നെ മിക്സ് ചെയ്ത് അടപ്പിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. അതിനുശേഷം മുളക് പൊടി, എല്ലാ ഐറ്റംസിനും ഇടാവുന്ന പരുവത്തിനുള്ള മിക്കവാറുള്ള എല്ലാ ചിക്കൻ കറിക്കായാലും നോൺ വെജ് ഐറ്റംസിനെല്ലാം ഈ മസാലകൾ സ്ഥിരമായിരിക്കും. അതുപോലെ തന്നെ ഇതിനകത്തും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല, കുരുമുളക് പൊടി, ഇത് ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ സോയാബീനും കൂടി ഇട്ട് കൊടുക്കുക. സോയാബീൻ ഞാൻ വറുത്ത് വെച്ച മൊത്തവും എടുത്തിട്ടില്ല, കുറച്ച് ഫ്രൈ ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി മാത്രമേ ഇതിനകത്തേക്ക് മിക്സ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിനുള്ള കറിക്കുള്ള സോയാബീനുണ്ട്. ഇവിടെ എന്ന് പറയുന്നത് ഞങ്ങൾ 3 പേരുമേ ഈ സോയാബീൻ കഴിക്കാറുള്ളൂ. ഇവിടെ വേറെ ആർക്കും സോയാബീനോട് അത്ര താല്പര്യമില്ല. അപ്പോൾ സോയാബീൻ നന്നായിട്ട് വറുത്തതിന് ശേഷം ആ വറുത്ത സോയാബീൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലാ മസാലകളും ഒന്ന് പിടിക്കുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ച ആ വെള്ളം നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. തിളപ്പിച്ച വെള്ളം മാത്രമേ ഒഴിക്കാവൂ, ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പച്ചവെള്ളത്തിൻ്റെ ചവ നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തിളപ്പിച്ച വെള്ളം മാത്രം ആദ്യം കുറച്ചൊഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം രണ്ടാമത് ബാക്കി ആവശ്യത്തിനുള്ള, നമുക്ക് അതൊന്ന് വേവണമല്ലോ, വേവുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടച്ച് വെച്ച് കുറച്ച് നേരത്തേക്ക് വേവിച്ചെടുക്കണം. നമ്മുടെ അരപ്പിന് ആവശ്യത്തിനുള്ള രീതിയിൽ നമുക്ക് ഏത് രീതിയിലാണ് നമുക്ക് വേണ്ടുന്നത് എന്ന് വെച്ചാൽ, അതേപോലെ കുറുകിയാണെങ്കിൽ റോസ്റ്റ് പോലെ ആണെങ്കിൽ അങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന്. ഇവിടെ ഞാൻ ഇച്ചിരി ലൂസായിട്ട് തന്നെ വെക്കുന്നത്. ഞങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് ഒരു കറി വേണ്ടല്ലോ, അതുകൊണ്ട് ആ രീതിയിലാണ് വെക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വേവിച്ചെടുക്കണ്ട. നല്ല ബീഫ് കറി വേവിച്ച് വെച്ച കണക്ക് തന്നെ ഇരിക്കും. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സോയാബീനാണ്. ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ ഒരു കമൻറ്റ് തരണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ടാറ്റാ, ബൈ ബൈ.